ഖത്തറിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമ്മൾക്ക് പറയാൻ സാധിക്കും ദാറ്റ് ഈസ് മലയാളി സമാജം. അത്രയും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് കാര്യങ്ങളും ഖത്തറിലെ ഏത് സീസണിലും ചെയ്യുന്ന മലയാളി സമാജം ഇത്തവണ ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഇവൻ്റ് ആയ കേരളോത്സവവും പ്രതിഭാസംഗമവും ഒരുമിച്ച് ഒരു വേദിയിൽ ആദ്യമായിട്ട് നടത്തിയിരിക്കുകയാണ്. കേരളോത്സവം 2024 ആൻഡ് പ്രതിഭാസംഗമം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ഒരു ഒഫീഷ്യൽ ചടങ്ങിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യാണ്. ബിക്കോസ് നമ്മളുടെ കൂടെ വന്ന പേരൻസും കുട്ടികളും എന്നൊക്കെ പറയുന്നത് അറൗണ്ട് ഒരു 1 o'clock തൊട്ട് ഈ ഒരു സമയം വരെ നമ്മളുടെ കൂടെ വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. മൂവിങ് ഓൺ ടു ദ ഒഫീഷ്യൽ ഇനാഗുറൽ സെറമണി ഓഫ് പ്രതിഭാസംഗമം ആൻഡ് കേരളോത്സവം 2024. ആദ്യം തന്നെ ഏറ്റവും നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ ആനന്ദ് നായർ, പ്രസിഡന്റ് മലയാളി സമാജം. സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ശ്രീ ആനന്ദ് നായർ. അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മലയാളി സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് യോഹന്നാൻ. ശ്രീ സന്തോഷ് യോഹന്നാൻ, ജനറൽ സെക്രട്ടറി മലയാളി സമാജം. ശ്രീ ഹനീഫ് ചാവക്കാട്, പ്രോഗ്രാം കോർഡിനേറ്റർ. സ്മോക്ക് ഓഫ് ചെയ്യാവും പ്ലീസ്. Joining with us, Mr. Santosh Yohanan, General Secretary, Malayali Samajam, and Mr. Hanif Chavakat, Program Coordinator, Malayali Samajam. Sri Premjit, Advisory Member, Sri Premjit. Mr. Sunil Perumbavoor, Advisory Member, Malayali Samajam. Sri Sunil Perumbavoor, Advisory Member. ശ്രീമതി വീണ ബിദു, ട്രഷറർ മലയാളി സമാജം. Mrs. Rinsa Firoz, Joint Secretary, Malayali Samajam. ശ്രീ നൗഫൽ നാസി, പ്രസിഡന്റ് GKPA. ശ്രീ നൗഫൽ, GKPA. Mrs. Nejila Latif, Secretary, Global Kerala Pravasi Association. Mr. Mehroof, Event Organizer, 974. ശ്രീ മെഹറൂഫ്, Event Organizer 974. നമ്മളുടെ കൂടെ അടുത്തതായിട്ട് ജോയിൻ ചെയ്യുന്നത് മിസ്റ്റർ ഷബീർ സി ആൻഡ് മിസ്റ്റർ ഷിബു വർഗീസ്. മിസ്റ്റർ ഷബീർ സി ആൻഡ് മിസ്റ്റർ ഷിബു വർഗീസ്, പ്ലീസ് ജോയിൻ ഓൺ സ്റ്റേജ്. ശ്രീ അൻവർ ഹുസൈൻ, CEO, റേഡിയോ മലയാളം 98.6 FM. മലയാളി സമാജത്തിന് കൂടെ എപ്പോഴും ഏറ്റവും സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുന്ന ജനറൽ മാനേജർ ഓഫ് റിവാബി ഗ്രൂപ്പ് മിസ്റ്റർ കണ്ണു ബക്കർ. സർ പ്ലീസ് ജോയിൻ ഓൺ സ്റ്റേജ്. ശ്രീ ജോപ്പച്ചൻ ഇൻകാസ്, നമ്മുടെ പ്രിയപ്പെട്ട ജോപ്പച്ചൻ ചേട്ടനെ ക്ഷണിക്കുകയാണ്. നമ്മളുടെ സ്വന്തം ജോപ്പച്ചൻ ഓൺ സ്റ്റേജ് പ്ലീസ്. And our beloved ICC President Mr. AP Manikandan, sir please join on stage. ശ്രീ ഷാനവാസ് ബാവ, ICBF President. Incas President Mr. Haidar Chungadara. Mr. Ibrahim Joseph, ICC Secretary. ശ്രീ ബോബൻ, ICBF General Secretary. ശ്രീ ബോബൻ ചേട്ടനെ ക്ഷണിക്കുകയാണ്. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ നമ്മളുടെ ചീഫ് ഗസ്റ്റിനെ ഓൺ സ്റ്റേജ് വെൽക്കം ചെയ്യാനുള്ള ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും ബഹുമാന്യനായ മൂവാറ്റുപുഴ MLA, അതിനൊക്കെ അദ്ദേഹം ഈ ഒരു പൊളിറ്റിക്സിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു JNU പ്രൊഡക്റ്റ് ആണെന്ന് പറയണം. ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ മാത്യു കുഴൽനാടൻ. നല്ല നിറഞ്ഞൊരു കൈഡിയാവാം നമ്മുടെ ചീഫ് ഗസ്റ്റ്, പ്രിയപ്പെട്ട MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ്.
കേരളോത്സവം 2024 ഈ വേദിയിലേക്ക് ശ്രീ മാത്യു കുഴൽനാടൻ. ഇനി അടുത്തതായിട്ട് മലയാളി സമാജത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം എക്സിക്യൂട്ടീവ്സ് ആണ്. എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും മലയാളി സമാജത്തിന്റെ ഈ ഒരു അഭിമാന പുരസ്സരമായ ഒരു വേദിയിലേക്ക് എല്ലാവരെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. മലയാളി സമാജത്തിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ദയവായി വരേണ്ടതാണ്. Please, all the executive members of Malayali Samajam, please join on stage. എല്ലാവരെയും അകത്തോട്ട് കയറ്റി വിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി ലത ചേച്ചി, പ്ലീസ്. ഇല്ല ചേച്ചി, കയറ്, അകത്തോട്ട് വാ. The chairperson of Malayali Samajam, Lada Anand Nair, is joining on stage. വിളിക്കരുത് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും ചെന്ന് സർ, ആദ്യം തന്നെ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മളുടെ വിളക്ക് കൊളുത്ത് ഇനാഗുറേറ്റ് ചെയ്യാണ് സർ, പ്ലീസ്. എല്ലാവരും ചേർന്ന് മലയാളി സമാജവും 98.6 FM-ഉം ഒപ്പം GKPA 974-ഉം ചേർന്നൊരുക്കുന്ന കേരളോത്സവം 2024 ഇതാ നിലവിളക്ക് കൊളുത്തി കേരളോത്സവം 2024 തിരിതെളിയുകയാണ് ഈ ഒരു വേളയിൽ. മലയാളി സമാജം ആൻഡ് റേഡിയോ 974 FM-ഉം ചേർന്നൊരുക്കുന്ന കേരളോത്സവം പ്രതിഭാസംഗമം 2024 ഔപചാരികമായ ഉദ്ഘാടനം വിളക്ക് കൊളുത്തി നമ്മളുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലീഡേഴ്സും അതോടൊപ്പം മലയാളി സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ചേർന്ന് ഇവിടെ തിരി തെളിയിക്കുകയാണ്. നല്ല നിറഞ്ഞ ഒരു കയ്യടിയാവാം, കാരണം നമ്മളുടെ ഒഫീഷ്യലി ഈ ഒരു സമയത്താണ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. Can we have a music please, Ajju? ഏറ്റവും ഐശ്വര്യത്തോടെ കേരളോത്സവത്തിനും അതോടൊപ്പം തന്നെ പ്രതിഭാസംഗമത്തിനും ഇവിടെ തിരി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കേരളോത്സവം 2024 തിരിതെളിഞ്ഞിരിക്കുമ്പോൾ സ്വാഗത പ്രസംഗത്തിനു വേണ്ടി ശ്രീ സന്തോഷ് യോഹന്നാൻ, ജനറൽ സെക്രട്ടറി മലയാളി സമാജം. നിറഞ്ഞ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കും നമസ്കാരം. ഖത്തർ മലയാളി സമാജം അതിൻ്റെ അജയ്യമായ യാത്രയിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെടുന്ന സുദിനമാണ് ഇന്ന്. മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും സമാജം നടത്തിവരുന്ന പ്രതിഭാസംഗമം കേരളോത്സവം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരേ വേദിയിൽ അരങ്ങേറുന്ന ഈ ദിവസം ഉച്ചയ്ക്ക് 1 മണി മുതൽ ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് വേണ്ടി ക്വിസ് കോമ്പറ്റീഷൻ കൂടി തുടങ്ങിയ ഈ പരിപാടിയിൽ ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിൽ മലയാളത്തിന് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കുട്ടികളെയും അതിന് അവരെ പ്രാപ്തരാക്കിയിട്ടുള്ള അധ്യാപകരെയും ആദരിക്കുക എന്ന ചടങ്ങും, അതുപോലെ തന്നെ പ്രവാസിയായിരിക്കെ തന്നെ ആരോഗ്യം, കല, കായികം എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്നിവയാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സുന്ദര നിമിഷത്തിന് സാക്ഷിയാകുവാൻ വന്നു ചേർന്നിട്ടുള്ള ഏവരെയും സ്വാഗതം ചെയ്യുക എന്നാണ് എൻ്റെ കർത്തവ്യം.
ഇതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിരവധി തിരക്കുകളിൽ നിന്നും നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യാതിഥി ആരാണെന്ന് നമുക്ക് അറിയാം. എങ്കിലും ആ മഹത് വ്യക്തിയുടെ പേര് പറയുന്നതിന് മുമ്പ് ഒരു വാക്ക്. കോതയാറും കാളിയാറും തൊടുപുഴയാറും ഒന്നു ചേർന്ന് ത്രിവേണി സംഗമമായ മൂവാറ്റുപുഴ, സാംസ്കാരികവും പൈതൃകവും അടങ്ങിയ കൊച്ചിയുടെയും മലനാടിൻ്റെ കോടമഞ്ഞും സംഗമിക്കുന്ന മൂവാറ്റുപുഴ, കോതമംഗലം മാറത്താൻ അസോസ്, ഡൽഹി JNU യൂണിവേഴ്സിറ്റി അടക്കമുള്ള കലാലയങ്ങളിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നിറഞ്ഞ നേതൃത്വ പാഠവത്തിലൂടെ ഇപ്പോൾ നിയമസഭാ സാമാജികനായിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് കടന്നുപോയിട്ടുള്ള ഖത്തറിലെ മറ്റ് വ്യക്തിത്വങ്ങളെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയും പേര് പറയാൻ ഒരുപാട് സമയം നമുക്ക് അതിക്രമിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതായത് ICBF പ്രസിഡന്റ് ശ്രീ ഷാനവാസ് ബാബ, ICC പ്രസിഡന്റ് മിസ്റ്റർ AP മണികണ്ഠൻ, നമ്മുടെ പരിപാടിയുടെ ഭാഗമായ റേഡിയോ മലയാളം 96 FM CEO മിസ്റ്റർ അൻവർ ഹുസൈൻ, Al-Rawabi Group General Manager Mr. Kanu Bekar, GKPA President Mr. Naufal El Nasi, GKPA Secretary Mr. Nasliya Latif, അതുപോലെ മറ്റ് വേദിയിലിരിക്കുന്ന മറ്റ് വ്യക്തിത്വങ്ങൾ ഏവർക്കും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയുടെ വൻ വിജയമെന്ന് പറയുന്നത് ഏകദേശം മണിക്കൂറുകളോളം കാത്തിരുന്ന നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ ചേർന്ന ഈ നിറഞ്ഞ സദസ്സിലാണ്. ഈ നിറഞ്ഞ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഖത്തറിൽ നിന്നും വിരമിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി ശ്രീ ആനന്ദ് നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് ശ്രീ ആനന്ദ് നായർ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, റേഡിയോ മലയാളം CEO മിസ്റ്റർ അൻവർ ഹുസൈൻ, എഡ്യൂറവാബി GM ശ്രീ കണ്ണു ബേക്കർ, ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ നവാസ്, മറ്റ് വിശിഷ്ടാംഗങ്ങളെ, കാരണം ബാക്കി എല്ലാവർക്കും അറിയാം, എൻ്റെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം ഖത്തറിലെ നിറഞ്ഞ വ്യക്തിത്വങ്ങളാണ് സദസ്സിരിക്കുന്ന എല്ലാവരും. ഇവിടെ ഒരു പ്രസംഗത്തിനോ ഒന്നും സ്വാഭാവികമായിട്ട് അവസരമില്ല, കാരണം സാറിൻ്റെ പ്രസംഗം കേൾക്കാനുണ്ട്, മറ്റ് അവാർഡ് ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2019 തുടങ്ങി 2024 എത്തിയപ്പോൾ പ്രതിഭാസംഗമത്തിൻ്റെ വളർച്ച നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ. എല്ലാ വർഷവും ഇതിൻ്റെ മുകളിലോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ അഭിനന്ദിക്കുന്നു. എല്ലാവരും മലയാളം മറക്കാതിരിക്കുക. നമസ്കാരം. ഉദ്ഘാടന പ്രസംഗത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു കുഴൽനാടൻ സാറിനെ ക്ഷണിക്കുകയാണ്. സാറേ കുറച്ചുകൂടാ താങ്ക് യു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ആനന്ദ് നായർ അവറുകൾ, മറ്റ് വിശിഷ്ടാതിഥികൾ, ഏറ്റവും പ്രിയമുള്ള അമ്മമാർ, സഹോദരിമാർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളോത്സവം നമ്മൾ ഇന്ന് ഈ ഖത്തറിൽ ആഘോഷിക്കുമ്പോൾ ആദ്യമായതിന് വിശിഷ്ടാതിഥിയായി ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള
സന്തോഷവും നിങ്ങളെന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ധാരാളം പരിപാടികളിൽ പങ്കെടുത്ത് പ്രസംഗിക്കാറുണ്ടെങ്കിലും നാട്ടിൽ നിന്നും ഇത്രയും അകലെ ആയിരുന്നുകൊണ്ട് കേരളോത്സവം എന്ന പേരിൽ നമ്മുടെ നാടിൻ്റെ തനിമയെ അടുത്തൊരു തലമുറയ്ക്ക് പകർന്നു നൽകി ഇത്രയും പ്രൗഢഗംഭീരമായി കേരളോത്സവം ആഘോഷിക്കുമ്പോൾ കൺസൈസായിട്ട് എന്ത് മെസ്സേജ് പറയണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു ചരിത്രവും പാരമ്പര്യവും എല്ലാം നമുക്കുണ്ട്. പക്ഷെ ഞാനാകെ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഇന്ന് എന്നെയും നിങ്ങളെയും ബന്ധിപ്പിക്കുന്ന തന്തു അല്ലെങ്കിൽ ചരട് ഏതാണ് എന്ന് ചോദിച്ചാൽ അതൊന്നു മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ഭാഷയും സംസ്കാരവുമാണ്. നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഐഡൻറ്റിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാനൊരു പാസ്പോർട്ടാണ് ഉള്ളത്. ഒരുപക്ഷെ നമ്മളെ മറ്റ് രീതികളിലൊന്നും തിരിച്ചറിയാൻ കഴിയുന്നു വരത്തില്ല. പക്ഷെ ജനിച്ചു വീണാൽ മരിക്കുന്നത് വരെ നമ്മൾ വിട്ടുപിരിയാത്തത് പാസ്പോർട്ട് ഒരു പക്ഷേ പലരും മാറ്റുകയും ഐഡൻറ്റിറ്റികൾ മാറുകയും പൗരത്വം മാറുകയും ഒക്കെ ചെയ്താലും ജനിച്ചു വീണാൽ മരണം വരെ നമ്മളെ വിട്ടുപിരിയില്ലാത്ത നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് മാതൃനാടും മാതൃഭാഷയും മാതൃ സംസ്കാരവും. ആ സംസ്കാരമാണ് എന്നെയും നിങ്ങളെയും ഇഴയടിപ്പിക്കുന്നതും ഒന്നിച്ച് നിർത്തുന്നതും. തീർച്ചയായിട്ടും ഏറ്റവും പ്രൗഢമായ ഒരു സംസ്കാരത്തിനുടമകളാണ് നമ്മളെല്ലാവരും. ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു, കേരളീയരായ നമ്മൾ യഥാർത്ഥത്തിൽ എത്രയോ പുണ്യം ചെയ്തവരാണ്. വെറുതെയല്ല ലോകം കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിച്ചത്. നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എത്ര സമൃദ്ധമായിട്ടാണ് ദൈവം കേരളത്തെ അനുഗ്രഹിച്ചത് എന്ന്. നിങ്ങളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളവരും ലോകം കണ്ടിട്ടുള്ളവരുമാണ്. എന്നാൽ ഇത്രയേറെ വൈവിധ്യമായ സൗന്ദര്യം ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നമ്മളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വേണ്ട പോലെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നമ്മൾ നോക്കിയാൽ തിരുവനന്തപുരത്തിന് പൗരാണികമായ ഒരു പാരമ്പര്യവും ചരിത്രവും കോവളവും വർക്കലയും ഒക്കെ വരുന്ന ബീച്ചുകളും, കൊല്ലത്തേക്ക് വന്നാൽ കായലും കശുവണ്ടിയും ഒക്കെയായി വ്യത്യസ്തമായ, ആലപ്പുഴയിലാണെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് മാത്രമല്ല കയറിൻ്റെ നാട്, വിവിധ സംസ്കാരങ്ങൾ ഇഴചേരുന്ന മണ്ണ്, പത്തനംതിട്ടയിലാണെങ്കിൽ ശബരിമലയും പള്ളിയും ഒക്കെയായി വലിയ ആത്മീയതയുടെ ഒക്കെ ഒരു മണ്ണ്, കോട്ടയത്താണെങ്കിൽ അക്ഷരനഗരി എന്ന് നമ്മൾ പറയുന്ന കാർഷിക മേഖലയുടെ ഒരു നിറകുടമായിട്ടുള്ള പ്രദേശം, ഞങ്ങളുടെ എറണാകുളം ജില്ലയുടേതായ വ്യവസായ പ്രത്യേകതകൾ, അതുപോലെ തന്നെ സീഷോർസ്, മറൈൻ ഡ്രൈവ് എന്ന് വേണ്ട, ഇടുക്കിയിലേക്ക് കടന്നാൽ ഒരു വശത്ത് മലനിരകളും മറുവശത്ത് ഡാമും ഒക്കെയായി അതിസുന്ദരമായ മറ്റൊരു പ്രദേശം. അവിടെ നിന്ന് നമ്മൾ പാസ് ചെയ്ത് പോയാൽ പാലക്കാട്, തൃശ്ശൂരിനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ട് ചെണ്ടമേളങ്ങളുടെയും പൂരങ്ങളുടെയും ഒക്കെ അകമ്പടിയായി തൃശ്ശൂർ പൂരവും ഉത്സവങ്ങളുമൊക്കെയായി കേരളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന തൃശ്ശൂർ. പാലക്കാടാണെങ്കിൽ കരിമ്പനകളുടെ നാട് എന്ന് നമ്മൾ പറയും. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിന് പാടങ്ങളുടെ സൗന്ദര്യം. പിന്നീട് മലപ്പുറത്തിന് പോയാൽ വള്ളുവനാടിൻ്റെ പ്രത്യേകതകൾ, കോഴിക്കോടിന് എണ്ണിയാൽ ഒടുങ്ങാത്ത രുചിഭേദങ്ങൾ, വയനാടിനാണെങ്കിൽ വയനാടിന് അതിൻ്റേതായ സൗന്ദര്യവും, പിന്നെ കണ്ണൂരിന് കടത്തനാടിൻ്റെ പാരമ്പര്യവും, അതുപോലെ നമ്മുടേതായ സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്ന കൂടിയാട്ടും മറ്റ് ആഘോഷങ്ങളും
കാസർഗോഡിനാണെങ്കിൽ ഭാഷയുടെ സൗന്ദര്യം. ഞാൻ ചോദിക്കുന്ന, ഇത്രയേറെ ഒന്നിച്ച് വൈവിധ്യങ്ങൾ കൊണ്ട് സൗന്ദര്യവൽക്കരിക്കപ്പെട്ട ഒരു നാട് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനെല്ലാം അപ്പുറം വിശേഷമായ ഒരു സംസ്കാരവും നമുക്ക് ലഭിച്ചു. ഞാനിന്ന് ഖത്തർ വന്നപ്പോൾ എന്നെ ഇവിടെ കോർണിഷിൽ കൊണ്ടുപോയി ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരികയായിരുന്നു. ശരിക്കും നിങ്ങളായിരിക്കുന്ന ഈ രാജ്യത്തിന് അവർക്ക് ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ ഡെസേർട്ടുമാണ്. ദർ ഇസ് നത്തിങ് എൽസ്. പക്ഷെ അവർ എത്ര മനോഹരമായിട്ടാണ് ആ രാജ്യത്തെ ഉരുവാക്കുന്നത്. നമ്മുടെ കേരളം എല്ലാം കൊണ്ടും എല്ലാവരെയും അതിശയിപ്പിച്ച നാടാണ്. എൻ്റെയും നിങ്ങളുടെയും പൂർവികർ ഒട്ടും മോശമായിരുന്നില്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും അതിശയിപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും മികച്ച മുന്നേറ്റം നടത്തിയ നാടാണ് നമ്മുടെ നാട്. ലോകത്തെ അമ്പരപ്പിച്ച നാടാണ് കേരളം. അതുകൊണ്ടാണ് കേരളം നമ്പർ 1 എന്നും ഗോഡ്സ് ഓൺ കൺട്രി എന്നും പേരിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നും പേരിട്ട് വിളിക്കാനിടയായത്. പക്ഷെ ഇന്ന് ഒരു പുതിയ നമ്മുടെ വരുന്ന തലമുറ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരവസരം കിട്ടിയാൽ എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും പ്രത്യേകമായി എടുത്തു പറയാനോ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം ഇത്രയേറെ അനുഗ്രഹങ്ങളും സമൃദ്ധിയും തന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഒരു തലമുറ നമ്മുടെ നാടിനെ ഉപേക്ഷിച്ച് പോകുന്നത്? അത് നമ്മൾ പല നിലയിലും സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ അതിനെ വിശകലനം ചെയ്യുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്ന് നിങ്ങളിവിടെ ചെണ്ടമേളത്തോടെ ആരംഭിച്ച് ധാരാളം കേരളീയ തനിമയുള്ള മലയാളത്തിൻ്റെ തനതായിട്ടുള്ള മത്സരങ്ങളുമൊക്കെ സംഘടിപ്പിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് ഡോക്ടറുടെയും അതുപോലെ പ്രിയങ്കരിയായിട്ടുള്ള ജോയിസിയുടെയൊക്കെ ക്വിസ് മത്സരം കാണാൻ ഞാനിവിടെ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ പ്രസംഗിക്കാൻ വന്നിരുന്നതിനെ അവർ സത്യത്തിൽ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ മറ്റെന്തെങ്കിലും സംസാരിക്കുന്ന ഓർത്ത് വന്ന, പക്ഷേ നമ്മുടെ സാഹിത്യവും കലയും ഒക്കെ എത്ര വലുതും എത്ര പ്രധാനപ്പെട്ടതുമാണ് എന്ന് ഞാൻ ഓർത്തുപോയി. പലപ്പോഴും നമ്മൾ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാത്ത വലിയ ആഴമുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇന്നത്തെ വെല്ലുവിളി എനിക്ക് തോന്നുന്നത്, നമുക്കായി തനതായുള്ള ആ സംസ്കാരത്തിലേക്ക് വലിയ അധിനിവേശം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എല്ലാ സംസ്കാരങ്ങളും സമാനമായ വെല്ലുവിളികളെ നേരിടുകയാണ്. പക്ഷെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നമുക്കറിയാൻ കഴിയും, അന്വേഷിച്ചാൽ കാണാൻ കഴിയും, അവരുടെ ഭാഷയും സംസ്കാരവും അവരുടെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ജനസമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ തന്നെ സ്വയം വിമർശിച്ചു, അല്ലെങ്കിൽ പല ഒക്കേഷനിൽ വിമർശിച്ചിട്ടുള്ള കാര്യമാണ്. ജർമ്മനിയിൽ ചെന്നാൽ എല്ലാ സൈൻ ബോർഡുകളും ജർമ്മൻ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. അവർ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ചോദിച്ചാലും ജർമ്മൻ ലാംഗ്വേജിലാണ് മറുപടി പറയുക. കാരണം അവരവരുടെ ഭാഷയെ അത്രയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രവൃത്തി ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ട്, ഞാൻ തന്നെ അതിൻ്റെ ഒരു ഏറ്റവും നല്ല, എനിക്ക് പറയാൻ വന്ന ടിപ്പിക്കൽ എക്സാമ്പിൾ എന്നാണ് എനിക്ക് പറയാൻ വന്നത്. ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ്. കാരണം എൻ്റെ സംസാരത്തിൽ ധാരാളം വട്ടം ഇംഗ്ലീഷ് ഭാഷ വരികയും ഇംഗ്ലീഷിൽ പല ആശയങ്ങൾ കൺവേ ചെയ്യുകയും ചെയ്യും. മലയാളം അറിയില്ലാഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ പലപ്പോഴും അങ്ങനെ ശീലിച്ചു വരുന്നതുകൊണ്ടും, ഭാഷ മാത്രമല്ല നമ്മുടെ സംസ്കാരവും നമ്മളറിയാതെ, നമ്മൾ ചിന്തിക്കാതെ, നമ്മൾ കാണാതെ വലിയ അധിനിവേശം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കേറെ അഭിമാനം തോന്നിയത് ഈ ഖത്തറിൽ നിങ്ങൾ ആ സംസ്കാരത്തെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ അത് അണഞ്ഞു പോകാതെ കാത്തു രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരിശ്രമം. കേരളോത്സവം എന്ന് പറയുന്നത് കേവലം ഒരു ഉത്സവമായി മാത്രം നമ്മൾ കാണേണ്ടതല്ല. ഒരുപക്ഷെ നമ്മളിൽ അണഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സംസ്കാരത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ അധിനിവേശത്തെ ഏറ്റവും നന്നായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന 4 വരികൾ ഇന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് മധുസൂദൻ നായർ പാടിയ വരികളിൽ ഉള്ളതാണ്. ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കാം. പക്ഷേ എനിക്ക് അത് പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ അധിനിവേശങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ, ഇല്ലായ്മപ്പെട്ട് പോകുമ്പോൾ നമുക്ക് കാത്തു രക്ഷിക്കേണ്ടതിൻ്റെ ഒരു ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്ന 4 വരികളാണ് എന്നെനിക്ക് തോന്നി. നിശയിതു പെരുക്കുന്നു, മേഘഭണമൂതുന്നു, തിരയറ്റ കടൽ കയറി മൂടുന്നു മൺകര. നിശയിതു പെരുക്കുന്നു, മേഘഭണമൂതുന്നു,
തിരയറ്റ കടൽ കയറി മൂടുന്നു മൺകര. പശിതിന്നു ശോഷിച്ച ശ്വാസകോശങ്ങൾ ഉൾവലിയുന്നതിൽ ജീർണവാദം ഞരങ്ങുന്നു. പൊഴികളടയും ബോധസന്ധ്യകളിൽ നീർനായ്ക്കൽ പല്ലുകൾ അമർത്തിക്കടിച്ചു കീറുന്നു. ഉൾച്ചുഴിയിലൊരു മിന്നുവെട്ടം, ഉൾച്ചുഴിയിലൊരു മിന്നുവെട്ടം, നമുക്കിതിനെയെങ്കിലും ഇരുൾ പത്തി കൊത്താതെ കാക്കണം. നമുക്ക് അന്യമായി പോകുന്നൊരു സംസ്കാരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു വരിയായി ഞാനതിനെ വിഭാവനം ചെയ്യുകയാണ്. പല കാര്യങ്ങൾ വന്ന് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഭാഷയും നമ്മുടെ ശൈലിയെയും നമ്മുടെ പാരമ്പര്യത്തെയൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് മൂടി മൂടി വരുമ്പോൾ നമ്മൾ ചേർന്ന് ആ ഒരു ഉള്ളിലുള്ള ആ തിരി അണഞ്ഞു പോകാതെ നോക്കണം. ഒരുപക്ഷെ ഇന്നിവിടെ നടന്നത് കൂട്ടുകാരി നമ്മൾ കോർത്ത കൈയഴിയാതെ ചേർന്ന ഹൃത്താളഗതി ഊർന്നു പോവാതെ മിഴിവഴുതി വീഴാതിരുൾക്കയം ചൂഴാതെ പാർത്തിരിക്കണം ഇനി നാം തനിച്ചല്ലോ. അതായത് നമ്മുടെ മലയാള സാംസ്കാരിക തനിമ എന്ന് പറയുന്നത് അത് അണഞ്ഞു പോവാതെ കാത്തു സൂക്ഷിക്കാൻ ഇനി നമ്മൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഈ കേരളോത്സവം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിനോടുള്ള ഒരു ആദരവിൻ്റെ സൂചകമായി ഞാൻ എന്നെക്കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ ഈ 4 വരികൾ പാടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലത്തെ പ്രവാസ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അമേരിക്കയിലും യൂറോപ്പിലും അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇന്നും ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ പരിമിതികളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് അല്ലെങ്കിൽ ദൗർബല്യങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് ഇവിടെ ചോദിക്കുകയും എന്നാണ് നമ്മുടെ നാട് നന്നാവുക എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. എന്തൊക്കെ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്കൊരിക്കലും നമ്മുടെ നാടിനെ പൂർണ്ണമായിട്ടും വിട്ട് പിരിയാനോ മനസ്സിൽ നിന്ന് കളയാനോ കഴിയില്ല. കാരണം എത്ര വന്നാലും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുക, ഏത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഏറ്റവും സന്തോഷം കിട്ടുക നമ്മുടെ കേരളം എന്ന കൊച്ചു നാടിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും അന്വർത്ഥമായ രീതിയിൽ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രണയത്തിൻ്റെ തീവ്രത അറിയിക്കാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള 4 വരികളുണ്ടായിരുന്നു. അത് ശരിക്കും പ്രണയത്തെക്കുറിച്ചോ പ്രണയിനിയെക്കുറിച്ചോ ആയിരുന്നില്ല പറഞ്ഞത്, നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്. ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയിൽ ഫ്രഞ്ചുകാരനായിരുന്ന സായിപ്പ് അൽഫോൺസ് ചാച്ചൻ കേരളത്തിൽ വന്ന് താമസിച്ച് കേരളത്തോട് തോന്നിയ പ്രണയം, ഈ നാട് വിട്ട് പോകാനുള്ള പ്രയാസം അതോർത്തിട്ട് അദ്ദേഹത്തിനോട് ഫ്രഞ്ചുകാരെല്ലാം മടക്കി കൊണ്ടുപോകാൻ വേണ്ടി കപ്പൽ വരികയും എല്ലാവരും മടങ്ങിപ്പോവുകയും ചെയ്യുമ്പോഴും ഈ നാട്ടിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ച അൽഫോൺസ് ചാച്ചൻ്റെ മാനസികാവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന ഒരു സിനിമയാണ് അന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെത്തെ 4 വരികൾ വളരെ യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ കൗമാരത്തിൽ അത് മറ്റു കോണ്ടെക്സ്റ്റിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തെ സംബന്ധിച്ച് പിരിയാനാകെ ഇന്നത്തെ പ്രവാസികളുടെ മാനസികാവസ്ഥ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന 4 വരികളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളത് ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്നുള്ള ആ പാട്ടിൽ വരുന്ന 2 വരികളാണ്. ഞാൻ മുഴുവനായിട്ടും പാടാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും, ഉരുകി നിൻ ആത്മാവിനാഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം. യഥാർത്ഥത്തിൽ എല്ലാ പ്രവാസികളും എത്രമേൽ നാടിനെ നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങൾ കണ്ടാലും കേരളം എന്നുള്ള വികാരത്തിൽ നിന്ന് ഒരിക്കലും അടർന്നു മാറാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ ആ വികാരം പ്രതിഫലിപ്പിക്കുന്ന ആ 2 വരികൾ കൂടി പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും, ഉരുകി നിൻ ആത്മാവിനാഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം. യഥാർത്ഥത്തിൽ കേരളവുമായിട്ടുള്ള ഹൃദയബന്ധം സൂചിപ്പിക്കുന്ന 2
വരികൾ അതിൻ്റെ അത് പറയുന്നുണ്ട്. നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സും ഹൃദയവും കേരളവുമായി കുരുത്ത് കിടക്കുകയാണ്. നമുക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ, നാടിൻ്റെ പാരമ്പര്യത്തെ എക്കാലത്തും അണഞ്ഞു പോവാതെ ചേർത്ത് പിടിച്ച് ആ ഒരു മഹനീയമായ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകി കേരളത്തനിമ ഈ കേരളോത്സവം പോലുള്ള വിശിഷ്ടമായ ഉത്സവങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സോ താങ്ക് യു സോ മച്ച് സാർ. ഈ ഒരു വേദിയിലേക്ക് നമ്മൾ ഒരാളെ കൂടെ ക്ഷണിക്കുകയാണ്. മലയാളി സമാജത്തിൻ്റെ ചെയർപേഴ്സൺ ലത ആനന്ദ് നായർ കൂടെ ജോയിൻ ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാ സംഗമത്തെക്കുറിച്ചും പ്രതിഭാ പുരസ്കാരത്തെക്കുറിച്ചും ഒരു 2 വാക്ക് പറയാൻ ലത ആനന്ദ് നായർ ജോയിനിങ് ഓൺ സ്റ്റേജ് പ്ലീസ്. നമസ്കാരം. കുറച്ച് നേരം വൈകിയാണ് നമ്മുടെ ഈ പ്രതിഭാ സംഗമം പ്രതിഭാ പുരസ്കാരവും എല്ലാ വർഷത്തെക്കാളും താമസിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദീർഘമായിട്ടൊരു പ്രസംഗത്തിനോ ഒരു നന്ദി പറയലിനോ ഒരു ആശംസ പ്രസംഗത്തിനോ സമയമില്ല. പക്ഷേ 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ അധ്യയന വർഷത്തിലെ മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ CBSE ഖത്തറിലെ ഏറ്റവും മിടുക്കരായ ഫസ്റ്റും സെക്കൻഡും കിട്ടിയ മക്കൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതേപോലെ ഓരോ വർഷവും പുതിയ പുതിയ കുട്ടികളാണ് വരുന്നത്. അവർക്ക് ഞങ്ങൾക്ക്, അതായത് മലയാളി സമാജത്തിന് 100ഉം 150ഉം കുട്ടികൾക്ക് അവരുടെ അവാർഡ് കൊടുക്കാൻ പറ്റുന്ന ഒരവസരത്തിൽ ഈ വർഷം വന്ന കുട്ടികൾ കേരളോത്സവം കണ്ട് മടങ്ങിപ്പോയാൽ നമ്മൾ പ്രതിഭാ പുരസ്കാരമോ പ്രതിഭാ സംഗമമോ എന്തെന്ന് അറിയാതെ ആയിപ്പോവും. അതുകൊണ്ടാണ് 2 വാക്ക് പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളെ ആദരിക്കുന്നത് ആദ്യമായിട്ട് GS പ്രദീപായിരുന്നു. സമാജത്തിൻ്റെ ആദ്യ പ്രതിഭാ സംഗമം. പ്രദീപ് വന്നു കഴിഞ്ഞു. അന്നൊരു ക്യൂസ് പ്രോഗ്രാം നടത്തിയിരുന്നു. അതിൻ്റെ ട്രോഫി കൊണ്ടുപോയത് MES ആയിരുന്നു. അത് കഴിഞ്ഞ് കോവിഡായിരുന്നു. കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം പിന്നെയും നമ്മൾ കഴിഞ്ഞ കൊല്ലമാണ് ക്യൂസ്, കഴിഞ്ഞല്ല 2-3 വർഷം പിന്നെയും നടന്നു. കഴിഞ്ഞ കൊല്ലമാണ് മലയാളത്തിൻ്റെ ക്യൂസ് നമ്മൾ തുടങ്ങിയത്. അതും നമ്മുടെ സരിത ജോയ്സും സുനിൽ പെരുമ്പാവൂറും കൂടി നല്ല രീതിയിൽ നടത്തി. ആ ട്രോഫി എവറോൾ കൊണ്ടുപോയത് ഭവൻസ് ആയിരുന്നു. ഭവൻസ് സ്കൂൾ ഈ വർഷവും അത് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ വർഷം ഈ പരിപാടി നടത്തുമ്പോൾ നമ്മൾ കൂടെ കുറച്ച് പേര് ചേർന്ന് പ്രവർത്തിക്കുകയും വളരെ സന്തോഷമായിട്ട് ഈ പരിപാടിയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ 1-2 പേര് നമ്മളോട് സഹകരിക്കുന്ന ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട ഒരു പേര് കണ്ണു ബക്കർ സാറാണ്. സാർ, വളരെ സന്തോഷം സാർ. സാർ ആദ്യം മുതലേ ഈ ഒരു പരിപാടി നമ്മൾ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞങ്ങളെ കൂടെ സഞ്ചരിക്കുകയും ഇന്ന് സാർ വന്ന് ഈ വേദി അനുഗ്രഹമാക്കിയാലും വളരെ സന്തോഷം. സമാജത്തിൻ്റെ പേരിലാണ് സാർ. എല്ലാം ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. ഇന്നിവിടെ ഗിഫ്റ്റുകൾ കിട്ടിയതും സാർ ഇന്നലെ ആ മെഡൽ കൊണ്ടുവരാൻ വേണ്ടി വന്നത് വരെ ഞാൻ ഓർക്കുന്നു സാർ. സന്തോഷം. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്, മനോജും ബെനയും ഞങ്ങളെ സഹായിച്ച് ഞാൻ ഈ സ്ഥലത്ത് പറയുകയാണ്. വളരെ സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ ആയിരുന്നു ഷിബു വർഗീസ്, ഞങ്ങളെ കൂടെ സന്തോഷമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇനി ഏറ്റവും എടുത്ത് 2 പേരുടെ പേര് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഈ വർഷത്തെ ഞങ്ങളുടെ ഈ പ്രതിഭാ സംഗമത്തിന് കൂടെ വേദിയിലൂടെ ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് GKPA നൗഫൽ നജില അല്ലേ, 2 പേരുടെ ഒരു നല്ല ഞങ്ങളുടെ ഒരു സ്നേഹം, നമ്മൾ മലയാളി സമാജത്തിൽ ആരുമില്ലേ, നമ്മുടെ സ്നേഹം കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളെ കൂടെ നിന്നതിൽ ഞങ്ങൾ വളരെ ഹൃദയത്തോട് ചേർത്ത് പറയുന്നു. അതിൻ്റെ കൂടെ റേഡിയോ സാർ ഞങ്ങളെ കൂടെ എല്ലാ വർഷവും ഉള്ളതുപോലെ ഈ വർഷവും സാറ് ഞങ്ങളെ കൂടെ ചേർന്നതിൽ, ജനകീയമായിരിക്കുന്ന റേഡിയോ കൊണ്ട് മാത്രമാണ് മലയാളി സമാജം ഇന്ന് ഈ നിലയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട MLAക്ക് ഇവിടെ വരാനുള്ളൊരു അവസരം പോലും മലയാളി സമാജത്തിൽ വരാമെന്ന് സംഭവിച്ചത് റേഡിയോ വഴി പുറത്തു പോയാലാണ്. ആ സന്തോഷം അറിയിക്കുന്നു. ഈ സ്ഥലത്ത് ഒന്നും കൂടി എനിക്കൊരാളെ പറയണം. നമ്മുടെ ബഹുമാനപ്പെട്ട MLA വരാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹനീഫിക്കായിരുന്നു കൂടെ നിന്നെങ്കിലും നമ്മുടെ ജോപ്പച്ചൻ ചേട്ടൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ പോയോ? ജോപ്പച്ചൻ ചേട്ടനാണ് ഈ ഒരു അവസരം എനിക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇന്ന് 2 പേരുടെ പേരൂടെ പറഞ്ഞോട്ടെ. ഇന്ന് സാർ ഉച്ചയ്ക്ക് വന്നപ്പോൾ കണ്ട് നമ്മുടെ വളരെ സത്യസന്ധമായി നടന്ന് വളരെ സ്നേഹപൂർവ്വം കുട്ടികളെ പിടിച്ചിരുത്തിയ ഞങ്ങളുടെ ഡോക്ടർ റഷീദ് പട്ടത്ത് സാറിൻ്റെ ആ ഒരു സന്തോഷം, ഞങ്ങളെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചത്. പിന്നെ സരിതയുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, സമാജത്തിൻ്റെ കൂടെ ഉള്ള സാർ ഇനി മുതൽ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാർ. ഇന്നിവിടെ ഞാൻ പെട്ടെന്ന് സംസാരിച്ചു പോവാണ്, എനിക്ക് സമയമില്ല.
പക്ഷെ ഇന്നിപ്പം മലയാളത്തിന് മാർക്ക് വാങ്ങി ഫസ്റ്റും സെക്കൻഡും വാങ്ങി വന്നിരിക്കുന്ന അഭിമാനത്തോടു കൂടിയിരിക്കുന്ന കുട്ടികളുടെ അച്ഛനെയും അമ്മയും ഇന്ന് ഞാൻ സന്തോഷത്തോടു കൂടി നന്ദി പറയുന്നു. നിങ്ങൾ വിചാരിക്കും അവർക്ക് അവാർഡ് കൊടുക്കുന്നതിനല്ല, ഈ രാജ്യത്ത് മലയാളം പറയാനോ കേൾക്കാനോ പറ്റാത്ത സ്ഥലത്ത് എൻ്റെ കുട്ടികൾ മലയാളം പഠിക്കണമെന്ന് പറഞ്ഞ് മലയാളം പഠിപ്പിച്ച് അതിൽ 100ഉം 99ഉം വാങ്ങിപ്പിച്ച് അവരെ അച്ഛനമ്മമാരെ ഞാനിവിടെ നന്ദി പറയുന്നു. ഇനി ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അധ്യാപകരെയാണ്. ഇവരെ ഇതിനു വേണ്ടി പ്രാപ്തിയാക്കിയ അധ്യാപകരെ. എല്ലാ വർഷവും വരുമ്പം സാർ ഇവിടെ പറഞ്ഞ പോലെ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും ഉരുകി നിന്റെ ആത്മാവിനാഴങ്ങളിൽ വീണ് പൊലിയുന്നതാണ് സ്വർഗം. സത്യം, നമ്മൾ നാട് വിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പൈതൃകങ്ങളും സ്നേഹവും കൂടി പോയിക്കൊണ്ടേയിരിക്കുന്നു, അതിലേക്ക് പോകുന്നു. അപ്പം ഞാൻ മക്കളെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നു. 12ൽ 11ലും പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്തൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ ഒരു വർഷം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ വർഷം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ എന്താവണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കും. നിങ്ങൾ തീരുമാനമെടുക്കണം. ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കുക. ആണായാലും പെണ്ണായാലും ഞാൻ പഠിക്കുന്നവന് മാത്രമേ, നമ്മൾ പറഞ്ഞില്ലേ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിച്ച സാറ് പറഞ്ഞ നമ്മൾ കേൾക്കുന്നില്ലേ, നിലപാടെടുക്കണമെങ്കിൽ നമുക്ക് അറിവുണ്ടായിരിക്കണം. ആ അറിവിൻ്റെ ശക്തിയാണ് നമുക്ക് എപ്പോഴും ഭയമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ പഠിച്ച് ഈ ഒരു വർഷം നിങ്ങൾ അത് ചെയ്താൽ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. സർവശക്തന് എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ. ഇവിടെ വന്നിരിക്കുന്നതിൽ ആരുടെയെങ്കിലും പേര് സഹായിച്ചവരെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. 1 ഇഞ്ച് സമയം പോലും ഇല്ല. 140 ട്രോഫിയും കൊടുക്കണം. സുബേർക്ക സന്തോഷം. ബാക്കി ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് പറയണം. ഇതിൻ്റെ ഇടയിൽ 2-3 പേരുകൾ പറയണം. എൽദോയുടെ പേര് പറയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഇത് ചെയ്തതിന് എൽദോയും ഗ്രൂപ്പും ശ്രീകുമാർ, എനിക്കറിയത്തില്ല പേരുകളൊക്കെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു ലത ചേച്ചി. നമ്മൾ ആക്ച്വലി വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ മൂവിങ് ഓൺ ടു ദോഹയിൽ 20ൽ ഏറ്റവും കുറഞ്ഞത് 20 വർഷത്തിൽ കുറയാതെ അവരുടെ പ്രതിഭ തെളിയിച്ച വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ പ്രതിഭാ പുരസ്കാരം. അതിനുള്ള സമയമാണ്. നമുക്ക് പ്രതിഭാ പുരസ്കാര ചടങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു വേദിയിലേക്ക് വരാൻ പോകുന്നത് ഒരു 5 വയസ്സുകാരിയാണ്. ആയിഷ ഫസ, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിന്നർ ആണ്. ആൾ 5 വയസ്സിലാണ് ഈ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. ഫോർ the fastest kid to recite all elements of the periodic table blindfold. Let's over to the AV please. ആയിഷ ഫസ. സ്നേഹത്തോടെ മോളൂട്ടിയെ ക്ഷണിക്കുകയാണ്. ആയിഷ ഫസ. ഓഡിയോ പ്ലീസ്. പീരിയോഡിക് ടേബിളിലെ 118 എലമെന്റ്സ് കണ്ണുകൾ മൂടിക്കെട്ടി വെറും 48 സെക്കൻഡുകൾ കൊണ്ട് പൂർത്തിയാക്കിയാണ് ആയിഷ ഈ നേട്ടം കൈവരിച്ചത്. 6 less 5 add 3 answer 4 add 8 add 1 less 2 answer 7. അബാക്കസ് വിഭാഗത്തിൽ ഏകദേശം 1 മാസത്തെ പരിശീലനം കൊണ്ട് തന്നെ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചു. പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് മേലേതിൽ അബ്ദുൾ ജലീലിന്റെയും അർഷിദയുടെയും മകളാണ് ആയിഷ. മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ ആയിഷയ്ക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. So it's a proud moment to Malayali Samajam. We are honoring നമ്മുടെ ആയിഷ ആയിഷ ഫസ. ഇവിടെ 40 വയസ്സായിട്ട് ഇപ്പോഴും പറ്റുന്നില്ല. ആ കുഞ്ഞ് 5 വയസ്സുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MLA ആ ഒരു സ്നേഹം ഉപഹാരം മോൾക്ക് നൽകുകയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിന്നർ അറ്റ് ദ ഏജ് ഓഫ് 5 years ആയിഷ ഫസ. Next, it's a special moment. We shine a spotlight on the world of sports, particularly badminton, by honoring 2 outstanding coaches from
NVBS Doha. This name is very, very familiar for all of us. Renowned for their incredible success in producing champions, NVBS owes much of the organization's reputation to the unwavering dedication, passion, and hard work of their coaches. So it's my privilege and pleasure to introduce and honor these exceptional individuals in Pratibha Sangamam Keralotsavam 2024. First and foremost, let me invite the star of this evening, one among the stars of this evening. With over 9 years of experience and certifications from the Badminton World Federation, BWF, and the National Institute of Sports, Coach Afzal has spent 5 years at NVBS, transforming players into champions at the district, state, national, and even international levels, a standout achievement. And his journey is leading one of his players, Miss Ria Kurian, to win gold in the under-15 girls singles category at the BWF Bahrain Junior International Series 2024. Additionally, he holds records in the Asia Book of World Records and the India Book of World Records for his exceptional racket feeding skill, having fed 35 shuttles in just 30 seconds. Ladies and gentlemen, please put your hands together to welcome on stage Coach Afzal Auke from NVBS. Next, joining from NVBS itself. Since joining NVBS in 2017, Coach Ashif has displayed unmatched dedication and a deep passion for shaping champions. For 7 years, he has been fortunate to receive guidance and mentorship from the esteemed international badminton player and mentor, Mr. Manoj Sahib Jan, an experience that has profoundly inspired his journey. And when it comes to Coach Ashif, he credits NVBS for providing him with the opportunity to grow and evolve. Additionally, he acknowledges the vital support from the NVBS management in achieving his goals. He firmly believes further involvement of parents will play a crucial role in the success of his players. His ultimate mission is to nurture and develop players to reach the highest levels in badminton. Ladies and gentlemen, let's welcome on stage Coach Ashif Amir Jan. Coach Ashif Amir Jan on stage, an exceptional sportsman. Congratulations, Coach Ashif. Thank you so much and congrats to NVBS Academy. Moving on. Sri Shankaran Akhileri, long-term achievement. ഈ ഒരു അവാർഡിന്റെ കാര്യം പറയുമ്പോൾ ആ ഒരു പേര് മാത്രം കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കുട്ടീസ് ക്ലിനിക് എന്നൊരു പേര് മാത്രം മതി. ശ്രീ ശങ്കരൻ അഖിലേരി, അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് പോകാം. പതിറ്റാണ്ടായി ഖത്തറിൽ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് 15 വർഷക്കാലം ഖത്തർ മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ച ശേഷം 1995 ഗോൾഡൻ സോർ കാർപ്പൻട്രി എന്ന കമ്പനി സ്ഥാപിച്ചു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ 40ഓളം കുടുംബങ്ങളെ പരിപാലിച്ചു പോരുന്നു. ജലക്ഷാമം രൂക്ഷമായ ഒരു ഗ്രാമപ്രദേശത്ത് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സ്വന്തം പേരിലുള്ള 5 സെന്റ് സ്ഥലത്ത് പബ്ലിക് കിണർ നിർമ്മിച്ച് ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തി മാതൃകയായി. നിർധനരായ നിരവധി യുവതികളുടെ വിവാഹ ചെലവുകൾ നടത്തിയതുൾപ്പെടെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ അശരണരുടെ കണ്ണീരൊപ്പി ലോകം മുഴുവൻ പനി പിടിച്ച് പേടിച്ച് വിറങ്ങലിച്ചു നിന്ന കോവിഡ് കാലത്ത് ലേബർ ക്യാമ്പുകളിൽ ഭക്ഷ്യ വസ്തുക്കൾ വിതരണം ചെയ്ത് അവർക്ക് കൈത്താങ്ങായി.
ഖത്തറിൽ ഇൻകാസ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് നടുവിലക്കണ്ടിയിൽ ശങ്കരൻ അഖിലേരി ആയിരുന്നു. സാമൂഹ്യ കർമ്മമണ്ഡലങ്ങളിൽ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്ന നടുവിലക്കണ്ടിയിൽ ശങ്കരൻ അഖിലേരിയെ മലയാളി സമാജം പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും ബഹുമാനത്തോടെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ശ്രീ ശങ്കരൻ അഖിലേരി. 44 വർഷമാണ് അദ്ദേഹം പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ചാട്ടെ. നമ്മൾ ഈ അവാർഡൊക്കെ മേടിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകൻ രാജേഷ് നമുക്കെല്ലാം ഏറ്റവും ഫെമിലിയർ ആയ ഒരു ഫേസും കൂടിയാണ്. ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവ് അദ്ദേഹത്തിന് കൈമാറുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സമാജത്തിന്റെ എക്സിക്യൂട്ടീവ് രാജേഷ് ജിയുടെ അച്ഛൻ കൂടിയാണ് അദ്ദേഹം. സർ, അടുത്തതായിട്ട് അഗെയിൻ ഒരു ആദരവാണ്. ആതുര സേവന രംഗത്ത് ഏകദേശം 40 വർഷത്തിലധികമായിട്ട് നമ്മുടെ എല്ലാം ഒരു ട്രസ്റ്റഡ് പാർട്ട്ണർ എന്ന് തന്നെ പറയാം. അതിന് ആ ഒരു പേര് മാത്രം മതി, ഒന്ന് സ്റ്റെപ്പ് ഹെഡ് പോയതാണ്. കുട്ടീസ് ക്ലിനിക് എന്ന് പറഞ്ഞൊരു പേര്. ദാറ്റ് സേസ് എവറിത്തിങ്, ദാറ്റ് ബ്രാൻഡ് സേസ് എവറിത്തിങ്. ഓവർ ടു ദ AV പ്ലീസ്. ഡോക്ടർ അമ്പാട്ട് കൃഷ്ണൻകുട്ടി ഭാരതപ്പുഴയുടെ കൈവഴികളായ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഇരുവശങ്ങളിലൂടെ തഴുകിയൊഴുകുന്ന പാലക്കാടിന്റെ മണ്ണിൽ MG മേനോന്റെയും ചിന്നുകുട്ടിയമ്മയുടെയും മകനായി ജനിച്ച അമ്പാട്ട് കൃഷ്ണൻകുട്ടി എന്ന ഡോക്ടർ കുട്ടി 1974 മുതൽ വൈദ്യശാസ്ത്ര രംഗത്ത് സജീവമാണ് ഡോക്ടർ കുട്ടി. 1975 മുതൽ 2002 വരെ മൂന്നാറിലെ ടാറ്റ ടി ഹോസ്പിറ്റലിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു. സംഗീതത്തിൽ പ്രതിഭ കൊണ്ട് മാറ്റി തെളിയിച്ച ഡോക്ടർ കുട്ടി സംസ്ഥാന തലത്തിൽ ലളിതഗാന മത്സരത്തിലെ വിജയിയായിരുന്നു. 2003 പ്രവർത്തന മേഖല ഖത്തറിലേക്ക് മാറ്റി. ചുരുങ്ങിയ കാലം കൊണ്ട് ഖത്തർ പ്രവാസികൾക്കിടയിൽ പ്രിയങ്കരനായി മാറി ഡോക്ടർ കുട്ടി. 2024 ഖത്തർ മലയാളി സമാജം പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു അമ്പാട്ട് കൃഷ്ണൻകുട്ടി എന്ന ഡോക്ടർ കുട്ടി. സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ് ആ ഒരു പുരസ്കാരത്തിനായി ഡോക്ടർ കൃഷ്ണൻകുട്ടി. സർ, Have a close സ്വാഗതം. round of applause, ladies and gentlemen. Joining on stage, Dr. Krishnankutti. 2024 മലയാളി സമാജം പ്രതിഭാ പുരസ്കാരം, കേരളോത്സവം പ്രതിഭാ പുരസ്കാരം 2024 വേദിയിൽ അദ്ദേഹത്തിന്റെ ആതുര സേവന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നമ്മളൊരു ആദരിക്കുകയാണ് അദ്ദേഹത്തെ. ശ്രീ ഡോക്ടർ കൃഷ്ണൻ. Next joining on stage, it's an honor and a special privilege to welcome two distinguished personalities on stage. Ladies and gentlemen, please join us in celebrating the remarkable achievements of Mrs. Benazir Manoj and Mr. Manoj Sahib Jan, visionaries in the field of badminton and trailblazers in the sports innovation. Together, they hold numerous accolades, including recognition in the India Book of World Records for pioneering analysis and progress reports in sports. Their exceptional contributions have earned them prestigious awards such as the Global International Excellency Award 2023, Reporter International Excellency Award 2023, Media Plus International Excellency Award 2024, and the Gulf Madhyamam Arabian Legacy Achievement Award 2024, among others. Most recently, on 19 November 2024, they were honored with the International Excellence Award 2024 by Calicut University's Department of Commerce and Management at ASEAN 2024, the national level annual management conference. Through their leadership in NVBS, they have revolutionized player development with innovative training and scientific evolutions, nurturing the champions of tomorrow. Ladies and gentlemen, it's our privilege to welcome on stage Mrs. Benazir Manoj, and founder and CEO of NVBS, and Mr. Manoj Sahib Jan, Chief Coach and Founder, as they join us. നല്ല നിറഞ്ഞൊരു കൈയടിയാവാം NVBS. കേരളോത്സവത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം മിസ്സസ് ബേനസീർ മനോജ്, ഫൗണ്ടർ ആൻഡ് CEO of NVBS, and Mr. Manoj Sahib Jan,
സ്നേഹാദരവോടെ സ്വാഗതം. Thank you, ma'am, and thank you, sir. മലയാളി സമാജത്തിൻ്റെ സ്നേഹാദരവ് നൽകുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷിബു വർഗീസ്. സ്നേഹത്തോടെ സ്വാഗതം ശ്രീ ഷിബു വർഗീസ്. കേരളോത്സവ വേദിയിൽ മലയാളി സമാജത്തിൻ്റെ സ്നേഹാദരവ് ശ്രീ ഷിബു വർഗീസ്. കൺഗ്രാറ്റുലേഷൻസ് ഷിബു, താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരാളെ കൂടി ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളുടെ കൂടെ എപ്പോഴും ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന അൽ റവാബി ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ശ്രീ കണ്ണു ബക്കർ സർ. പ്ലീസ് ജോയിൻ ഓൺ സ്റ്റേജ്. കണ്ണു ബക്കർ സാറിനെ കൂടി ജോയിൻ ചെയ്യാൻ വിളിക്കുകയാണ്. ഈ ഒരു അടുത്തതായിട്ട് ഈ വേദിയിൽ നമ്മൾ ആദരിക്കാൻ പോകുന്നത് മലയാളി സമാജത്തിന്റെ ഒരു നെടും തൂണെന്ന് തന്നെ പറയണം. ഒപ്പം നമ്മുടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളോത്സവം 2024 പ്രോഗ്രാം കൺവീനർ ശ്രീ ഹനീഫ് ചാവക്കാട്. സ്നേഹത്തോടെ സ്വാഗതം. മലയാളി സമാജം ടീം ഒന്ന് കൈയടിച്ചേ. ഹനീഫിക്കാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കൺവീനർ. ഹനീഫിക്ക് നമ്മൾ അദ്ദേഹത്തെ ഈ ഒരു വേദിയിൽ ആദരിക്കുകയാണ്. മലയാളി സമാജത്തിന്റെ മുത്ത് ഒന്നടെ ഹനീഫ്ക. സ്നേഹത്തോടെ നല്ലൊരു കൈയടി കൊടുക്കണം നമ്മുടെ ഹനീഫ്കയ്ക്ക്. കേരളോത്സവത്തിന്റെ വേദിയിൽ സ്വാഗതം ശ്രീ ഹനീഫ് ചാവക്കാട്. അടുത്തത് Thank you, Hanifika. Thank you so much and for all your support to Malayali Samajam. അടുത്തതായിട്ട് ഇന്നത്തെ ഈ ഒരു വേദിയിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഏറ്റവും എക്സെപ്ഷണൽ പ്രോഗ്രാം നമ്മുടെ ക്വിസ്, ആ ക്വിസിനെ ലീഡ് ചെയ്ത 2 പേരുണ്ട്. അതിൽ തന്നെ ആദ്യം ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷൻ, ബൈ പ്രൊഫഷൻ ഹിസ് എ ഡോക്ടർ, എ വെൽ നോൺ ഡോക്ടർ. അതിനപ്പുറത്തേക്ക് പല പല റോളിൽ നമ്മൾ അദ്ദേഹത്തെ കാണാറുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ അബ്ദുൾ റഷീദ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയടിയാവാം. അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം കൂടെ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നതാണ്. ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു സമയം ശ്രീ അൻവർ ഹുസൈൻ സാറിനെ കൂടെ റേഡിയോ മലയാളം 98.6 FM CEO 98.6 FM. നമ്മുടെ ഡോക്ടറുടെ കൂടെ തന്നെ 2 പേരാണ്, ഡോക്ടറും മറ്റൊരാളും കൂടാണ് ഈ ഒരു ക്വിസ് ലീഡ് ചെയ്തത്. അതിൽ മറ്റൊരാളെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം താരം തന്നെയാണ്, മലയാളി സമാജത്തിന്റെ സ്വന്തം സരിത ജോയ്സ്. മലയാളി സമാജം ടീം എഗൈൻ നല്ലൊരു ഗൈഡ് കൊടുക്കണം. കാരണം ആ ക്വിസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റായിട്ട് സരിത വന്നതാണ്. പ്രിയപ്പെട്ട ദോഹയുടെ എഴുത്തുകാരി കൂടിയായ ശ്രീമതി സരിത ജോയ്സ്. It's a proud moment for Sarita Joyce and Dr. Rashid Patel. Thank you so much. Thank you, Doctor, and thank you, Sarita. അടുത്തത് ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്.
വിശിഷ്ടാതിഥിയായി ഇന്ന് ഇവിടെ നമ്മോടൊപ്പം ചേർന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു സാറിനെ മലയാളി സമാജത്തിൻ്റെ ആദരവ് പൊന്നാട അണിയിക്കുകയാണ് മലയാളി സമാജം. നമ്മുടെ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നു. മൊമെൻ്റോയും ഒപ്പം പൊന്നാടയും അണിയിക്കുകയാണ്. ലത ചേച്ചി പറഞ്ഞ വാക്കുകളെ നമ്മൾ ഒരിക്കൽ കൂടി കടമെടുക്കുകയാണ്. നിലപാടുകളുടെ രാജകുമാരനായിട്ട് നമ്മൾ പ്രവാസികൾക്ക് എല്ലാ MLA-മാരുടെ പേരും മനസ്സിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ചില പേരുകൾ നാട്ടിൽ നിന്ന് എക്സെപ്ഷണലായിട്ട് നമ്മളുടെ കൂടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രൊമിനൻ്റ് ആയ ഒരാളാണ് മൂവാറ്റുപുഴ MLA ആയ ശ്രീ മാത്യു കുഴൽനാട്. നല്ല നിറഞ്ഞ സ്നേഹത്തോടെ കഴിഞ്ഞ പ്രവാസികളായ നമ്മളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ ഓൺ ബിഹാഫ് ഓഫ് ദി എൻറ്റയർ ഖത്തർ മലയാളീസ് വി ആർ ഹാൻഡിങ് ഓവർ ദിസ് മെമെന്റോ ടു our honorable MLA. അടുത്തത് നമ്മുടെ സർ ഒരു 2 വാക്ക്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ സംസാരിക്കുന്നില്ല. മലയാളത്തിൻ്റെ ഖത്തറിലെ ഏറ്റവും വലിയ മഹോത്സവം എപ്പോഴും സംഘടിപ്പിക്കുന്നത് മലയാളി സമാജമാണ്. അതുമായി ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലക്ക് സഹകരിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ കേരളം ഏതാനും മണിക്കൂറുകൾ ഖത്തറിലേക്ക് വന്നതായിട്ട് നമുക്ക് തോന്നുന്നു. വലിയ എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. മലയാളി സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും വരും ദിവസങ്ങളിൽ ഉണ്ടാവണം എന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ വിജയികൾക്കും പ്രതിഭാ പുരസ്കാരങ്ങൾ നേടിയവർക്കുമുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു സർ. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട കണ്ണു ബക്കർ സർ. Very good evening, ladies and gentlemen. I am very thrilled by witnessing the scintillating events of this magnitude, and let me tell you from the bottom of my heart, you guys are rocking. I congratulate the leadership quality of Malayali Samajam and all the managing committees and subcommittees. A big thank you on behalf of Rawabi Group of Companies. Thank you. Thank you, sir. നമ്മുടെ കേരളോത്സവം 2024 പ്രതിഭാ സംഗമം നമ്മൾ അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. ദോഹയിലെ വിവിധ സ്കൂളുകളിലെ മലയാളം അധ്യാപകരെ ആദരിക്കുന്ന ആ ഒരു മഹനീയ ചടങ്ങിലേക്ക് കടക്കുകയാണ്. First from Olive Al-Tumama, Mr. Shibu Philip. Mr. Shibu Philip അദ്ദേഹമാണ് ആദ്യം ഈ ഒരു വേദിയിൽ ജോയിൻ ചെയ്ത് ടീച്ചേഴ്സിനുള്ള ഈ ഒരു അവാർഡ് മലയാളി സമാജത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്. ശ്രീ ഷിബു ഫിലിപ്പ്, ഒലിവ് അൽ തുമാമ. അടുത്തതായി ഒലിവ് ഉംസലാൽ അലി ബ്രാഞ്ചിൽ നിന്നും ജോയിൻ ചെയ്യുന്നു മിസ് ശൈലജ കുമാരി. മിസ് ശ്രീദേവി UM ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. മിസ് രാജി രതീഷ് ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. ഈ ഒരു പേര് നമ്മൾ പറയുന്നത് ഒന്ന് റെഡി ആയിട്ട് സ്റ്റേജിന്റെ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. മിസ് ശൈലജ കുമാരിയാണ് ജോയിൻ ചെയ്യുന്നത്. അടുത്തത് മിസ് ശ്രീദേവി UM ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, മിസ് രാജി രതീഷ് ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ആൻഡ് മിസ്റ്റർ ബൈജു VP ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. മിസ് ഷഹർബാനു ഇബ്രാഹിം സലീം ഫ്രം പൊദാർ പേൾ സ്കൂൾ. മിസ് ഷഹർബാനു Ibrahim Salim. Mr. Pramod TR from Noble International School. Wow. സാറിന് ഇത്രയും സപ്പോർട്ട് ഉണ്ട് പിള്ളേരുടെ അടുത്തുനിന്ന്. That cheer should come from everyone. സാറിന് ഭയങ്കര ആരാധകരാണ്. സാറിന്റെ സ്വന്തം സ്റ്റുഡൻസ് മലയാളത്തിലെ മാർക്ക് കരസ്ഥമാക്കിയിട്ടിരിക്കുകയാണ്. മിസ്റ്റർ പ്രമോദ് TR, നോബൽ ഇന്റർനാഷണൽ സ്കൂൾ. മിസ് ബിനു അജി, നോബൽ ഇന്റർനാഷണൽ സ്കൂൾ. Miss Tansi Jacob, Delhi Public School. Tansi Jacob, DPS School. Cheer, come on. Tansi Jacob and Miss Jolie Joss, Delhi Public School.
Miss Geeta Suryan, Loyola. Loyola International School, Miss Geeta Suryan. Srimati Geeta Suryan from Loyola. Mr. Pradeep P. Mr. Prasad P. Shantiniketan Indian School. Sri Prasad, Shantiniketan Indian School. Miss Lini Varghese, Shantiniketan Indian School. Bijili Mohanakumar from MES. Bijili Mohanakumar from MES. Harshan V from MES. Lakshmi Ganesh from MES. Kavita Rajan from MES. Srikala PN from MES. Smita Jaykumar from MES. Mini V from MES. That's a group of teachers from MES basically. Bijili Mohanakumar, Harshan V, Lakshmi Ganesh, Kavita Rajan, Srikala PN, Smita Jaykumar and Mini V. MESൽ നിന്നുള്ള അധ്യാപകരെയാണ് നമ്മൾ ആദരിക്കുന്നത്. ബിജിലി മോഹനകുമാർ, ശ്രീ ഹർഷൻ, ശ്രീമതി ലക്ഷ്മി ഗണേഷ്, ശ്രീമതി കവിത രാജൻ, ശ്രീമതി ശ്രീകല പി എൻ, ശ്രീമതി സ്മിത ജയകുമാർ ആൻഡ് മിനി വി ഫ്രം MES. Next is Suraj AK from DMIS, Daha Modern Indian School. Suraj AK. Sunita from Rajagiri Public School. ശ്രീമതി സുനിത ഫ്രം രാജഗിരി പബ്ലിക് സ്കൂൾ. Mr. Shiju PR from Birla Public School. Mohanakumar VG from Birla Public School. ശ്രീ മോഹനകുമാർ ഫ്രം ബിർള പബ്ലിക് സ്കൂൾ. Elizabeth Thomas from Birla Public School. Shainu Madhu from Birla Public School. Again, Manju TC from Birla Public School. Alfonsa Joy Kumar from Birla Public School. Shiju PR, Mohanakumar, Elizabeth, Shainu, Manju TC and Alfonsa Joy Kumar from Birla Public School. ബിർള പബ്ലിക് സ്കൂളിലെ അധ്യാപകരെയാണ് നമ്മൾ ആദരിക്കുന്നത്. Smita Adarsh from DBS Monarch. ശ്രീമതി സ്മിത ആദർശ്, DPS Monarch. Mr. Ajit Kumar from Bhavans Public School. Mr. Shaiju A. Smita Adarsh from DPS Monarch. Mr. Ajit Kumar, Bhavans Public School. Mr. Shaiju A, Bhavans Public School. Rekha Sajeev, Bhavans Public School. Shabnam Abdul Aziz, Bhavans Public School. And from Alcor International School, Jos Yohanan. ഭവൻസ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരെയാണ് ആദരിക്കുന്നത്. ശ്രീ അജിത് കുമാർ, ശ്രീ ഷൈജു, ശ്രീമതി രേഖ സജീവ്, ശ്രീമതി ഷബ്നം അബ്ദുൾ അസീസ്. Jos Yohanan from Alcor International School. ശ്രീ ജോസ് യോഹനാൻ ഫ്രം അൽക്കോർ ഇന്റർനാഷണൽ സ്കൂൾ. Abdul Kareem sir from MES School. Sir, please. ഒരാളുണ്ട് കഴിഞ്ഞ സാറിന് പ്ലീസ്.
പ്രതിഭാ സംഗമം അവാർഡീസിനെ നമ്മൾ വെൽക്കം ചെയ്യുന്ന സമയമാണ്. നമ്മുടെ സ്റ്റുഡൻസിനുള്ള മെഡൽ ഡിസ്ട്രിബ്യൂഷൻ ടൈമാണ്. മൂവിങ് ഓൺ, ഫസ്റ്റ് DMIS സ്കൂളിൽ നിന്നാണ്. നമ്മുടെ മലയാളത്തിൽ 10th ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഓരോ സ്കൂളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യം തന്നെ ഫ്രം DMIS സ്കൂൾ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ കൂടി ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ റഷീദ് പട്ടത്ത്. ഇൻവൈറ്റിംഗ് ശ്രീ നൗഫൽ, പ്ലീസ് ജോയിൻ ചെയ്യുക. Mr. Mehroof from 974 events. ശ്രീ നമ്മുടെ മെഹറൂഫ് ക ജോയിൻ ചെയ്യുക. Mrs. Benazir Manoj and Mr. Manoj Sahib Jan, sir, please join on stage. കേരളോത്സവ വേദിയിൽ മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ്. DMIS സ്കൂളിൽ നിന്ന് ആലിസ് ആൻഡ് ഡൊമിനിക് ആൻഡ് ഗോപിക രാംദാസ് നായർ ഫ്രം DMIS സ്കൂൾ. ആൻഡ് നെക്സ്റ്റ് സ്കൂൾ ഇസ് DPS Monarch. DPS Monarchൽ നിന്ന് നെഹാൻ മുഹമ്മദ് നിസാർ ആൻഡ് റിതു തീർത്ത രാജേഷ്. നെഹാൻ മുഹമ്മദ് നിസാർ ആൻഡ് റിതു തീർത്ത from DPS Monarch. And next Loyola International, Rasmiya, Shivananda and Simra. Rasmiya, Shivananda and Simra from Loyola International School. And next, Podar Pearl School, Shwan Arun Matthew. I'm not sure whether it's Sean or not. Sean Arun Matthew, Nida Farzeen, Nived Vijit from Podar Pearl School. Podar Pearl School, Sean Arun Matthew, Nida Farzeen and Nived Vijit. And next, Olive Tumama branch, Angeline Vijay, Ashika Naushad. Angeline Vijay and Ashika Naushad. Angeline Vijay and Ashika. Olive Tumama branch ആണ് നമ്മൾ ലാസ്റ്റ് അനൗൺസ് ചെയ്തത്. ആഞ്ചലിൻ ആൻഡ് ആഷിക നൗഷാദ്. ആൻഡ് നെക്സ്റ്റ് ഉംസലാൽ അലി ബ്രാഞ്ചിൽ നിന്ന് ബെൻ ക്രിസ്റ്റോ ആൻഡ് ഗംഗ ഗോപൻ. ബെൻ ക്രിസ്റ്റോ ആൻഡ് ഗംഗ ഗോപൻ. And from Olive we are moving on to Rajagiri Public School, Anthony Suni Jose, Caroline Alfonsa Thomas, Gauri Parvati, Hiba Hayes, Regan Rojan Joseph. Anthony Suni Jose, Caroline Alfonsa Thomas, Gauri Parvati, Hiba Hayes, Regan Rojan Joseph from Rajagiri Public School. നമ്മുടെ പ്രിയപ്പെട്ട സുബൈർക്ക കൂടി ജോയിൻ ചെയ്യുക. സുബൈർക്ക പ്ലീസ് ജോയിൻ. നമ്മൾ സ്കൂൾ വൈസ് ആണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടീം ഇങ്ങോട്ട് വന്ന് നിന്നാൽ ബെറ്റർ ആയിരിക്കും. ഇപ്പം നമ്മൾ ലാസ്റ്റ് അനൗൺസ് ചെയ്തത് രാജഗിരി പബ്ലിക് സ്കൂളാണ്. ആ ഒരു ടീം പ്ലീസ് ബി റെഡി ഹിയർ. ആൻഡ് നെക്സ്റ്റ് ഈസ് DPS. ആദിലക്ഷ്മി പ്രസന്നകുമാർ, ഏഞ്ചലിൻ ജെയിൻ മാത്യു, ഗൗരി ഹരിപ്രസാദ്, നേഹ സൂസൻ ഡെന്നി, നേത്ര നാരായണൻ,
Zuhra Izza. These students, they are from DPS. Adilakshmi Prasanna Kumar, Angeline Jane Matthew, Gauri Hari Prasad, Neha Susan Denny, Netra Narayanan, Zuhra Izza. So Rajagiri School is joining, inviting Dr. Rashid Patat. DBS School is ready, right? Yeah. And next is Shantiniketan Indian School. Ann Rose Vinod, Nidal Ashraf, Rihan Nawaz, Shahasa Haifa, Sana Ilyas, Parvati Pidambaran Nair, Sumayya Faisal. Shantiniketan School ninnulla students aanu. Ann Rose Vinod, Nidal, Rehan, Sahasa, Sana, Parvati and Sumayya. And from Alcor International, Bashpa Binu Nair, Ron Jacob, Hayan Abdul Qadir Latif, Albin Sujoy, Fia Sadiq. From Alcor International, Bashpa Binu Nair, Ron Jacob, Hayan Abdul Qadir, Albin Sujoy, Fia. And now, Bhavans Public School, please get ready. Alan Baiju, Aljoy Anto Joy, Amreen Manaf, Ardra Manoj, K.S. Archana, Leena Praveen, Nivedya K. and Vaika Dilip. Alan Baiju, Aljoy Anto Joy, Amreen, Ardra, K.S. Archana, Leena Praveen, Parveen, Nivedya and Vaika Dilip from Bhavans Public School. And next, from Ideal Indian School, Amman Hanis, Gauri Rashmi Prakash, Halima, Hamida, Jumana Jalil, Marwa Sadat, Minha Mehrin, Nafiha, Rida Siyan, Rabia Abdul Qadir and Venika Anil. Ideal Indian School students, Aman, Gauri, Halima, Hamida, Jumana, Marwa, Minha, Nafiha, Rida, Rabia, Venika. And next is Noble International School students, please get ready. Abreen Raji, Noble International School. Abreen Raji, Amal Shibu, Arati Suresh Nair, Asna Shahir, Fatima Ashraf, Fatima Amihar Mashhood, Hasim Ahmed, Jensen John Varghese, Neeraj Lal Kumar, Rafan Muhammad Rafi, Rohan Srijit Pillai, Sia Maria Soji, Tamreen Fatima Nisham from Noble International School. The students are joining on stage. Abreen Amal Arati, Asna Fatima, Fatima Amehar, Hasim, Jensen, Neeraj, Rafan, Rohan, Sia, Tamreen. Moving on, Birla Public School. This is Noble International and next is Birla Public School. Birla Public School, Akshaya Santosh,
അക്ഷയ സന്തോഷ്, ആർജ കൃഷ്ണകുമാർ, അനന്യ പ്രതീഷ്, അനഘ കരിക്കുന്നേൽ, അനിറ്റ ഷിജോ, ജോയൽ എലുവത്തിങ്കൽ, ജോയൽ വർഗീസ് ആന്റണി, കൃഷ്ണ രതീഷ്, ലെന ജോജോ, മുഹമ്മദ് ഇഷാൻ, മുഹമ്മദ് ഇസാൻ കൊള്ളിയിൽ, നസ്നീൻ ഫാത്തിമ, നിരഞ്ജൻ രമേശ് നായർ, നേഹ മറിയം തോമസ്, പൂജ സന്തോഷ്, പ്രവദ ജയ്കിഷ്, പ്രിസ്ക റൂത്ത് ചാക്കോ, റിന സൂസൻ മാത്യു, റിച്ചർഡ് ജോൺസൺ, ഷിമ മണൽ പറമ്പിൽ, ഷിംന ശ്രീനാസ് അരീക്കോടൻ. Suberga, please request. Thank you, doctor. So, please stay back. Mr. Suber Pandav. Now moving on to inviting MES Indian School. Now this is Billa. Next is MES Indian School. Adya C. Pramod, Alia Muhammad Zakir, Alvina Sakir, Athena Rose, Atulya Anil, Austin John, Aisha, Aisha Nasreen, Aisha Saina, Diya Soumya, Fadi Fatima, Fatima Hamna, Fatima Riyaz, Grace George, Hadia Hashim, Haya Jahan. MES Indian School, Adya, Alia, Alvina, Athena, Atulya, Austin, Aisha, again Aisha Saina, Azdia, Fadi Fatima, Fatima Hamna, Fatima Sana, Fatima Riyaz, Grace George, Hadia Hashim, Haya Jahan, Hana Fatima, Premjit, please join on stage. Hana Fatima, Hana Nishad, നമ്മുടെ പ്രേംജിത്ത് ജോയിൻ ചെയ്യുക. Issa Merin, Jona Jis Anthony, Muhammad Adinan, Muhammad Rayan Karuwadi, Muhammad Adin QA, Neha Raji, Noora Fatima and Rushda Fatima from MES School. MES School നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ആലിയ, ആൽവീന, അഥീന, അതുല്യ, ഓസ്റ്റിൻ, ആയിഷ, ദിയ, ഫാദി, ഫാത്തിമ ഹംന, ഫാത്തിമ, ഗ്രേസ് ജോർജ്, ഹാദിയ ഹാഷിം, ഹയ ജഹാൻ, ഹന ഫാത്തിമ, ഹന നിഷാദ്, ഇസാമിറിൻ, ജോന ജിസ് ആന്റണി, മുഹമ്മദ് അദീനാൻ, മുഹമ്മദ് റയാൻ കരുവാടി, മുഹമ്മദ് അദ്ദീൻ ക്യുഹെ, നെഹ റജി, Noora Fatima and Rushda Fatima. MES School students ആണ് ഈ ഒരു വേദിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു പ്രതിഭാ സംഗമം അവാർഡീസിന് ലാസ്റ്റ് സെഷൻ വിച്ച് ഇസ് ഫ്രം MES ഇന്ത്യൻ സ്കൂൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പേരൻസിനോടും ഓഡിയൻസിനോടും ഒരു കാര്യം പറയാനുണ്ട്. അറൗണ്ട് 15 സ്കൂൾസിൽ നിന്ന് 115 സ്റ്റുഡൻസ് ആണ് ഈ വേദിയിൽ ഇപ്പോൾ വന്നിട്ട് പോയത്. അപ്പൊ എല്ലാവർക്കും നല്ല നിറഞ്ഞൊരു കൈഡി കൊടുത്തേക്കാൻ. എത്ര നാളത്തെ എഫേർട്ടാണ് സ്കൂൾസിനെ കോണ്ടാക്ട് ചെയ്യുക, അവിടെ നിന്ന് സ്റ്റുഡൻസിനെ എടുക്കുക, ആ സ്റ്റുഡൻസിനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ അവരെ ആദരിക്കുക എന്ന് പറയുന്നത്. Definitely Malayali Samajam deserves a huge round of applause for all this hard work and dedication towards the Indian community in Qatar.
സ്പെഷ്യൽ മൊമെന്റ് ഓഫ് ദിസ് ഈവനിങ് തന്നെ പറയണം. അതിനുവേണ്ടി നമ്മുടെ ചീഫ് ഗസ്റ്റ് അഡ്വക്കേറ്റ് ശ്രീ അടുത്തത് മാത്യു നമ്മുടെ ക്വിസ് കോമ്പറ്റീഷൻ, അതിൻ്റെ വിജയികൾക്കുള്ള പുരസ്കാരം കൊടുക്കാനുള്ള സമയമാണ്. അതിനുവേണ്ടി നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു സാറിനെ കൂടി ക്ഷണിക്കുകയാണ്. ഹനീഫ് ക, പ്ലീസ് ജോയിൻ. സരിത, പ്ലീസ്. Sir, please. Mr. Kannu Bakar. Kannu Bakar, sir, please. So, all പ്രിയപ്പെട്ട MLA ശ്രീ മാത്യു കുഴൽനടൻ സർ, ഒപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ്സ് എല്ലാവരും എത്തേണ്ടതാണ്. all the executive members of Malayali Samajam, please. Rinsa, executive members of Malayali Samajam, please. Rinsa. സമാജം എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ തന്നെ ഇത്തവണയും ഒരു ചേഞ്ചും ഇല്ലാതെ, എന്നാൽ ഓരോ തവണത്തേക്കാൾ ഏറ്റവും മനോഹരമായിട്ടാണ് ഈ വർഷം നടത്തിയിരിക്കുന്നത്. മലയാള ഭാഷയെയും സംസ്കാരത്തെയും ചേർത്ത് പിടിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി മലയാള ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി, നമ്മുടെ കൾച്ചറിനെ അടിസ്ഥാനപ്പെടുത്തി ഡോക്ടർ റഷീദ് പട്ടത്തും സരിത ജോയ്സും ഒരുക്കിയ ആ ഒരു ക്വിസ് കോമ്പറ്റീഷൻ. അതിനപ്പുറത്തേക്ക് മലയാളി സമാജത്തെ സംബന്ധിച്ച് ഈ ഒരു ട്രോഫി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിഗ്നേച്ചർ ട്രോഫി ആൻഡ് ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് അവാർഡ് ടു ദ സ്കൂൾസ്. അത് നമ്മളിവിടെ അനൗൺസ് ചെയ്തു. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം വിന്നേഴ്സ് ആരാണ്, റണ്ണറപ്പ് ആരാണെന്നൊക്കെ അറിയാം. നമ്മൾ ആ ഒരു എവർ റോളിംഗ് ട്രോഫി, മലയാള ഭാഷാ പുരസ്കാരത്തിന്റെ പേരിലുള്ള ഈ ഒരു ട്രോഫി നമ്മളിവിടെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഫോർ ദാറ്റ് നമുക്ക് ആ സെക്കൻഡ് റണ്ണറപ്പിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സെക്കൻഡ് റണ്ണറപ്പ് ആർക്കായിരുന്നു? ആ സെക്കൻഡ് റണ്ണറപ്പ് ടീം ഒന്ന് കൈയടിച്ചേ. സെക്കൻഡ് റണ്ണറപ്പ് ടീം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. യെസ് സ്റ്റുഡന്റ്സ്, കം ഓൺ, cheer for you guys. സെക്കൻഡ് റണ്ണറപ്പ് ടീം എന്ന് പറയുന്നത് ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. ഈ ഇരിക്കുന്നവരുടെ കൈയടിക്കുന്നു, ഇത്ര ശക്തി പോരാ കേട്ടോ. നല്ലൊരു കൈയടി. 1 2 3 കൊടുത്തേന്ന്. ആ ഒരു എനർജിയിൽ ഇങ്ങോട്ട് പോരട്ടെ. പിള്ളേര് മലയാള ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്വിസിലാണ് മലയാളി സമാജവും 98.6 FM ചേർന്നൊരുക്കിയ കേരളോത്സവം ക്വിസ് മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ. So moving on to the first runner up. അതെ, ഇനി ഒട്ടും ചേറ് കുറയില്ല. സെക്കൻഡ് റണ്ണറപ്പ് ടീം ഒന്ന് കൈയടിച്ചേ. പോരാ പോരാ, ലൗഡർ അല്ല, നിങ്ങളല്ലല്ലേ, എനിക്കറിയാം. സെക്കൻഡ് റണ്ണറപ്പ് ടീം അല്ല, ഫസ്റ്റ് റണ്ണറപ്പ്. ഫസ്റ്റ് റണ്ണറപ്പ് ഇവിടെ റെഡിയാണോ? സാറ് റെഡിയാണ്. സാറിന് മൊത്തം ഫാൻസ് ആണ്, ഞങ്ങൾക്കറിയാം. സാർ ഇങ്ങോട്ട് കയറുന്നു, ടീമും കയറുന്നു. നോബൽ ഇന്റർനാഷണൽ സ്കൂൾ. നോബൽ ഇന്റർനാഷണൽ സ്കൂൾ ആണ് കേരളോത്സവം 2024 ക്വിസ് മത്സരം ഫസ്റ്റ് റണ്ണറപ്പ് നോബൽ ഇന്റർനാഷണൽ സ്കൂൾ. സ്നേഹത്തോടെ സ്വാഗതം. നോബൽ ഇന്റർനാഷണൽ സ്കൂൾ ടീമാണ് ഇവിടെ ജോയിൻ ചെയ്ത ഈ ഒരു ഫസ്റ്റ് റണ്ണറപ്പ് വിന്നേഴ്സ് ആയിരിക്കുന്നത്. ആൻഡ്
Moving on to the ever rolling trophy. വിന്നേഴ്സ് ആരായിരുന്നു കഴിഞ്ഞ വർഷത്തെ വിന്നേഴ്സ്? ആര്? ഉറക്കെ. ഭവൻസ്. ഇക്കൊല്ലത്തെ ആരാ? ഭവൻസ്. അരുൺ ചേട്ടാ, അവര് പറഞ്ഞിട്ടുണ്ട് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ഭവൻസ് തന്നെയാണ് ഇത്തവണയും മലയാളി സമാജത്തിന്റെ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ വിന്നേഴ്സ് ആയിരിക്കുന്നത്. ആ എവർ റോളിംഗ് ട്രോഫി ഇവിടെ തന്നിട്ട് തിരിച്ച് അതുപോലെ എടുത്തോണ്ട് പോയിട്ട് ആ ടീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻവൈറ്റിംഗ് ഓൺ സ്റ്റേജ് ദ പ്രൗഡ് ടീം ഫ്രം ഭവൻ സ്കൂൾ. യെസ് പ്ലീസ് ടീച്ചേഴ്സ്, പ്ലീസ് ജോയിൻ. കേരളോത്സവം 2024 ക്വിസ് മത്സരത്തിൽ തുടർച്ചയായി രണ്ടാം പ്രാവശ്യവും വിന്നേഴ്സ് ഭവൻസ്. നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ ഒരു എവർ റോളിംഗ് ട്രോഫി നിങ്ങൾ കരസ്ഥമാക്കാൻ പോകുന്നത് മറ്റാരിൽ നിന്നുമല്ല. നേരത്തെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരു MLA, ഒരു പൊളിറ്റീഷ്യൻ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും ബ്രൈറ്റ് ആയ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് കൂടിയാണ് നിങ്ങളിത് വാങ്ങാൻ പോകുന്നത്. ഒരു JNU പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ he or she is a JNU product. Yes, ladies and gentlemen, നല്ലൊരു കൈഡിയാവാം നമ്മുടെ കുഞ്ഞുങ്ങള് ഈ ഒരു മലയാളി സമാജം 50 പോയിന്റുമായിട്ടാണ് ഭവൻസ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. തുടർച്ചയായി രണ്ടാം വർഷവും ഇതാ മലയാളി സമാജത്തിന്റെ കേരളോത്സവം 2024ന്റെ വേദിയിൽ രണ്ടാം വർഷവും ഭവൻസ്. ഷൈജു മാഷെ, നമുക്കൊരു ടട്ട അടിക്കേണ്ട സമയമാണ്. അപ്പൊ മാഷ് അവിടെ ട്രോഫി നാത്ത് വെച്ചിട്ട് വന്ന് നമുക്കൊരു കംപ്ലീറ്റ് ഒരു ഓപ്പോട് കൊടുക്കണം ഇവർക്ക്. അല്ലെങ്കിൽ ഇവിടുത്തെ ചിയർ ലീഡർ ആനന്ദ് ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഭവൻസ്. ഇനിയും ഒരിക്കൽ കൂടി ഭവൻസിന് ഭാവുകങ്ങൾ നേരുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് അതാത് സ്കൂളുകളിൽ എത്തിക്കുന്നതായിരിക്കും. So once again congratulations to Bhavan School. ബാക്കി പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്കൂളുകളൊക്കെ അടുത്ത വർഷം നമ്മൾ ശക്തമായിട്ട് ഒന്നുകൂടെ പിടിക്കണം. മൂന്നാമത്തെ തവണയായി ഇവർ ഹാട്രിക് അടിക്കും അല്ലേ? ഷൈജു മാഷേ, കൺഗ്രാറ്റുലേഷൻസ് ടു ദ എൻ്റയർ ടീം. പക്ഷെ ഒരു ഓഫോട് കൊടുക്കേണ്ടതായിരുന്നു പിള്ളേർക്ക്. So thank you so much everyone. നമ്മുടെ എന്താണെങ്കിലും മലയാളി സമാജത്തിന് ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മളിവിടെ ഇനിയും നമ്മുടെ പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒഫീഷ്യൽ ഇനാഗുറൽ സെറമണി. താങ്ക് യു സോ മച്ച് സർ ഫോർ ജോയിനിങ് വിത്ത് us. താങ്ക് യു മിസ്റ്റർ മനോജ് ആൻഡ് മിസ്സസ് മനോജ് മാം. താങ്ക് യു സോ മച്ച്. Mr. Kannu Bakkar, Dr. Rashid Pattar, everyone. Thank you once again for your immense support to Malayali Samajam Keralotsavam 2024.